ഈ ഒരു വാർത്ത വലിയ ചർച്ചയൊന്നും ആയില്ല. ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോയ ഒരു കപ്പൽ, ആ കപ്പൽ പുറപ്പെട്ട ചെന്നൈയിൽ നിന്നാണ്. നിറയെ ആയുധങ്ങളുണ്ട് എന്ന് കണ്ടിട്ട് തങ്ങളുടെ തുറമുഖത്ത് അടുപ്പിക്കാൻ സ്പെയിൻ തയ്യാറായില്ല. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ആയുധങ്ങളുമായി ഒരു കപ്പൽ ഇസ്രയേലിലേക്ക് പോകുന്നു. എന്താ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ? അത് ഇപ്പം തുടങ്ങിയതല്ല. അതൊരു 2020-21 മുതലുണ്ട്. ഇന്ത്യയാണ് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങുന്നതും ഇന്ത്യയാണ്. അതായത് നമ്മളുണ്ടാക്കുന്ന ആയുധങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുന്നില്ല. നമ്മളുണ്ടാക്കുന്നത് പടക്കോപ്പ് എന്ന് പറയും, മ്യൂണീഷ്യൻ. അതായത് തോക്കിനകത്തെ ഉണ്ട, വെടിമരുന്ന്, ഡ്രോൺ, ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മളാണ് ഇസ്രായേലിന് കൊടുക്കുന്നത്. ഇസ്രായേൽ നമുക്ക് തരുന്നത് ഫിനിഷ്ഡ് ആയിട്ടുള്ള വേറെ ആയുധങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു സപ്ലയറാണ് നമ്മൾ, ഇസ്രായേലിൻ്റെ കൺസ്യൂമറുമാണ്. ഇസ്രായേൽ ഏറ്റവും അധികം ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. നമ്പർ 1 ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയുടെ നമ്പർ 1 അല്ല ഇസ്രായേൽ. നമ്മളത്രയും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കപ്പൽ 27 ടൺ പടക്കോപ്പുമായിട്ടാണ് പോയത്. അതിനുള്ളിൽ എന്താണെന്ന് അറിയില്ല. ഇറ്റ് ഇസ് എ ലെജിറ്റിമേറ്റ് ഓപ്പറേഷൻ. ഭാരതത്തിൻ്റെ പടക്കോപ്പുകളാണത്. കപ്പൽ വാടകയ്ക്ക് എടുത്തതാണ് ഏതോ രാജ്യത്തിൻ്റെ, ഡെൻമാർക്കോ സംതിങ്. വാടകയ്ക്ക് കിട്ടുന്ന കപ്പലുകളുണ്ടല്ലോ. നമ്മൾ ലോറി വാടകയ്ക്ക് എടുക്കുന്ന പോലെയാണ് കപ്പൽ വാടകയ്ക്ക് എടുക്കുന്നത്. നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് സാധനം കൊണ്ടുപോകണം. ലോറി വരുന്ന ഒരു തമിഴനായിരിക്കും ഡ്രൈവർ, കയറ്റിക്കൊണ്ടു. ഇതുപോലെയാണ് കപ്പൽ വാടകയ്ക്ക് എടുക്കുന്നത്. ആ കപ്പലിന് ഇതിൻ്റെ കാർഗോയുടെ ഉത്തരവാദിത്വ സംഗതിയൊന്നുമില്ല. ഇപ്പോൾ സ്പെയിനിൽ ഒന്ന് ബെർത്ത് ചെയ്യാനായിട്ട് 1-2 ദിവസം ഈ കപ്പലുകൾ ഇടയ്ക്ക് ക്രൂ ചേഞ്ചിനായിട്ട്, അല്ലെങ്കിൽ ക്രൂവിനൊരു വിശ്രമം, ത്രൂ ഔട്ട് കടലിലാണില്ല. ഇതിനായിട്ട് കാർഗോ ഷിപ്സ് പല സ്ഥലത്തും അടുപ്പിക്കാറുണ്ട്. എറണാകുളത്ത് ക്രൂയിസ് ഷിപ്പുകൾ വരാറില്ല, ടൂറിസ്റ്റുകളുടെ വലിയ മൾട്ടി ബിൽഡിംഗ് പോലെ നിലയൊക്കെയുള്ളത്. അതൊരു 3-4 ദിവസം കൊച്ചിയിൽ കിടക്കും. അപ്പോൾ അതിലുള്ളവരും കൊച്ചിയൊക്കെ ചുറ്റി കാണും, ക്രൂവും ഒരു വിശ്രമമൊക്കെ ആയിട്ട് കരയ്ക്കിറങ്ങുക. ഇതുപോലെ ഇവിടെ സ്പെയിനിലൊന്ന് അടുപ്പിക്കാൻ ചോദിച്ചു. 21-ാം തീയതി അടുപ്പിക്കാനായിട്ട് 19-ാം തീയതി തന്നെ സ്പെയിനോട് പെർമിഷൻ ചോദിച്ചു. സ്പെയിൻ പറഞ്ഞു പറ്റില്ല, നിങ്ങളുടെ കയ്യിൽ ഈ ഇതുണ്ട്, പടക്കോപ്പുണ്ട്, നിങ്ങൾ പോകുന്നത് ഇസ്രായേലിലാണ്, ഇസ്രായേലിനെ സഹായിക്കാനാണ്. ഈ ആയുധങ്ങൾ വെച്ച് അവർ പാലസ്തീനെ തീർത്ത് കളയും. ഞങ്ങൾ പാലസ്തീൻ പക്ഷക്കാരാണ്, അതുകൊണ്ട് കപ്പൽ അടുപ്പിക്കില്ല. വേണ്ട ഞങ്ങൾ വേറെ എവിടെയെങ്കിലും അടുപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ കപ്പലുമായിട്ട് പോയി കപ്പൽ ഇപ്പോഴത്തേക്ക് ഏകദേശം ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇന്നോ നാളെയോ എത്തും. ഈ പരിപാടി പക്ഷേ 2019, 20, 21 ആ സമയത്ത് തുടങ്ങി. അപ്പോൾ ഇതിൽ 27 ടൺ കാർഗോയേ ഉള്ളൂ. ഇതിൽ കൂടുതലും കുറവുമൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. നമുക്ക് 41 ഓർഡിനൻസ് ഫാക്ടറികളുണ്ടായിരുന്നു, ആയുധം നിർമ്മിക്കുന്ന ഫാക്ടറികൾ, ചെറിയ തോക്ക് മുതൽ ടാങ്ക് അത് ഇതൊക്കെ നിർമ്മിക്കും. ഈ ഓർഡിനൻസ് ഫാക്ടറികൾ UPA കാലത്ത് ആരും നോക്കാനും ചോദിക്കാനും ഇല്ലാതെ സർക്കാർ സ്ഥാപനങ്ങളായിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് തല്ലി അങ്ങനെ കിടന്നു. മോദി വന്നു കഴിഞ്ഞപ്പോൾ, 2ാം മോദി സർക്കാരിൻ്റെ സമയത്താണ് ഇദ്ദേഹം ഈ ഏരിയയിൽ ശ്രദ്ധിക്കുന്നത്. അപ്പം 41 ഫാക്ടറി മാനേജിങ് ഡയറക്ടർ, ജനറൽ മാനേജർ, ഇത് തൊഴിലാളി സംഘടന, കോടി പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സാധനമായിട്ട് ഇങ്ങനെ കിടക്കുക. ഈ 41 പുള്ളി 7-8 കമ്പനികളാക്കി മാറ്റി. സ്വയം നിർണ്ണയാവകാശമുള്ള കമ്പനി, പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അതിന് MIL എന്ന് പേര് കൊടുത്തു, മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ്. മ്യൂണീഷ്യൻ എന്ന് വെച്ചാൽ പടക്കോപ്പ്, അമ്മ്യൂണീഷൻ എന്ന് പറഞ്ഞാൽ ആയുധം. തമ്മിൽ വലിയ വ്യത്യാസമില്ല. മ്യൂണീഷ്യൻ ഇന്ത്യ ലിമിറ്റഡ്. എന്നിട്ട് ഇതങ്ങ് സ്ട്രീം ലൈൻ ചെയ്തിട്ട് പല രാജ്യങ്ങൾക്ക് ഓഫർ, ഡിസ്കൗണ്ട്, 1 വെച്ചാൽ 2 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആയുധ കച്ചവടം തുടങ്ങി ഭാരതം. നമ്മൾ ബ്രഹ്മോസ് മിസൈൽ വരെ ചില രാജ്യങ്ങൾക്ക് കൊടുക്കണമല്ലോ. തേജസ് യുദ്ധവിമാനം. അല്ല, നമ്മൾ കഴുകിനെ പോലെ ഇരുന്നാൽ മതിയോ? ആയുധ കച്ചവടം തുടങ്ങി. ഇസ്രായേൽ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം, പിന്നെന്താ തരാമല്ലോ എന്ന്. അല്ല ചേട്ടൻ പാലസ്തീൻ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു പരസ്യമായിട്ട്.
ഇതിലൊരു കുഴപ്പമുണ്ടായി. ആദ്യം നമ്മുടെ പോർട്ടിലെ CITUക്കാർ ഇത് ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് ക്രെയിൻ വെച്ചാണ് ഈ പെട്ടിയൊക്കെ കയറ്റുന്നത്, മനുഷ്യാധ്വാനം കുറച്ച് മതി. CITU കയറ്റില്ല എന്ന് പറഞ്ഞു. BMS പറഞ്ഞു നീ മാറ്, ഞങ്ങൾ കയറ്റിത്തരാം, മാറ്. ഇപ്പം ഇവിടെ CITU വലിയ ഉസ്താദ്മാരാണ്. കേരളത്തിന് പുറത്ത് പിന്നെ ആകെ 4-3 എണ്ണല്ലേ ഉള്ളൂ. 14,000 മെമ്പർമാരുണ്ടെന്നൊക്കെ അവരെ അവകാശപ്പെടാറുണ്ട്. ഞങ്ങളുടെ WKTTU എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്, പോർട്ട് ആൻഡ് വർക്ക്സ് ആൻഡ് യൂണിയൻ ആൻഡ് അവരുടെ കുറേ കോംപ്ലിക്കേറ്റഡ് പേരുണ്ടല്ലോ. നമ്മളെ കർഷക തൊഴിലാളി KSKTU, കേരള കർഷക തൊഴിലാളി KSKTU, AKPTCA, KGMTCA ബ്രാക്കറ്റിൽ O, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ. ഇത് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടും, അതുകൊണ്ട് ഈ പേരിടുന്നത്. CITUക്കാർ ഇത് ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു, BMS ലോഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ വയർ, പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഓൺലൈൻ മാഗസിനുകൾ ഇത് കവർ ചെയ്തു. ധീരവീര സഖാക്കൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, ഹിന്ദുത്വ ശക്തികൾ, ഫാസിസ്റ്റുകൾ, BMS അവർ പോടാവില്ലെന്നു. ഇവരാകെ 4-3 എണ്ണുള്ളൂ, മാറാം അവിടെ നിന്നിട്ട് സാധനം കയറ്റി അങ്ങ് വിട്ടു. അതോടെ പിന്നെ CITUവിൻ്റെ ശല്യം ഇല്ലാതെയായി, സംഗതികൾ സ്മൂത്തായിട്ടെന്നാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നു ഇന്ത്യ, ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം. ഇസ്രയേലിൻ്റെ ശത്രുവാണ് ഇറാൻ ചാബഹാർ പോർട്ട് 10 വർഷത്തേക്ക് ഇന്ത്യക്ക് കൊടുക്കുന്നു. ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലേ? കിട്ടുന്നില്ല. അപ്പോൾ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ഈ ചോദ്യം വന്നു, എങ്ങനെയാണ് നിങ്ങളിത് മാനേജ് ചെയ്യുന്നത്, ഈ കോൺട്രവേഴ്സി? അവനും നിങ്ങളുടെ മിത്രമാണ്, ഇവനും നിങ്ങളുടെ മിത്രമാണ്, അവർ തമ്മിൽ വലിയ ശത്രുതയുമാണ്. ഇപ്പോൾ മോദി ചെയ്യുന്നതായിട്ട് ഡിപ്ലോമാറ്റിക് സർക്കിളിൽ പറയുന്നത്, മോദി ഇറാനോട് സംസാരിക്കുന്നു, ഇപ്പോൾ ഈ മരിച്ചുപോയ പ്രസിഡൻ്റ് അടക്കമുള്ളവരോട് പറയുന്നു, നിങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് ശത്രുതയുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. ആ ശത്രുതയുടെ അടിസ്ഥാനം എന്താ? നിങ്ങൾക്ക് അതിർത്തിയുണ്ടോ ഇസ്രായേലുമായിട്ട്? ഇല്ല. ഇസ്രായേൽ എത്രയോ ദൂരെയാണ്. അതിർത്തിയിലാണെങ്കിൽ വഴക്ക് നടക്കുന്നത്. ഞങ്ങളും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും അടിയാണ്, ഞങ്ങളും ചൈനയും തമ്മിൽ എപ്പോഴും അടിയാണ്. എന്താ കാര്യം? ഞങ്ങൾക്ക് അതിർത്തിയുണ്ട്. നിങ്ങൾക്ക് അതിർത്തിയില്ല, പിന്നെന്താ വഴക്ക്? ഇനി കടലിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്, കടലിലെ എണ്ണശേഖരം അതെൻ്റെയാണ് നിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുമില്ല, ഒന്നുമില്ല, പിന്നെ എന്താ ചേട്ടാ വഴക്ക്? അപ്പോൾ ശരിയാണ്, എന്താ വഴക്ക്? ഇസ്ലാമിന് ജൂതനെ കണ്ടുകൂടാ എന്നുള്ള ചരിത്രപരമായ ഒരു വഴക്ക്, ഒരു ചൊറിച്ചിൽ, അതല്ലേ ചേട്ടാ സത്യം? അതെ, എനിക്ക് ഈ ജൂതന്മാരെ കണ്ട കാലിൻ്റെ പെരുവിരലും അതിലെനിക്കന്ന് ശരി, സമ്മതിച്ചു. ചേട്ടൻ ഇസ്രായേലിനെ മാന്തുന്നു, അവൻ തിരിച്ചടിക്കുന്നു, വല്ല കാര്യമുണ്ടോ? ഇതിൻ്റെ ബെനിഫിറ്റ് പോകുന്ന ആർക്കാ? സുന്നികൾക്കല്ലേ. തൊട്ടടുത്ത് കിടക്കുന്ന ഗസയുടെ തൊട്ടടുത്ത് ഈജിപ്റ്റാണ്, സുന്നിയാണ്. ലെബനൻ സുന്നിയാണ്, സിറിയ സുന്നിയാണ്, ജോർഡാൻ സുന്നിയാണ്. എന്തിനാ ചേട്ടാ സുന്നികൾക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് ഷിയായ ചേട്ടൻ 1000 കിലോമീറ്റർ ദൂരെ നിന്ന് അവിടെ പോയി മിസൈൽ? എന്ത് കാര്യം? സുന്നികൾക്കല്ലേ ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഷിയാക്കളുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുന്നിയെയും ജൂതനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം സുന്നിയെ കൊല്ലും, പിന്നെ ജൂതനെ കൊല്ലുള്ളൂ. ഇത്രയ്ക്കാണ് അവരുടെ ശത്രുത. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഞാൻ അധ്വാനം, എൻ്റെ പട്ടാളക്കാരെ, എൻ്റെ ആയുധവും മുടക്കിയിട്ട് സുന്നി അതിൻ്റെ ബെനിഫിറ്റ്. സുന്നി ക്ലീനായിട്ട് നിൽക്കുക. ഈജിപ്റ്റ് ഞങ്ങൾ ന്യൂട്രലാണ്, ജോർഡാൻ ന്യൂട്രലാണ്, ലെബനൻ ന്യൂട്രലാണ്. അപ്പോൾ മോദി പറഞ്ഞു, ചേട്ടൻ ഇവിടുന്ന് പോയി അവിടെ താമസിച്ചിട്ട്, സിറിയയിൽ ഡമാസ്കസിൽ താമസിച്ചിട്ട്, ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയെ ഇളക്കി വിടുക ഇസ്രായേലിനെതിരെ, യമനിൽ നിന്ന് ഹൂത്തിയെ ഇളക്കി വിടുക. ചേട്ടനിത് എന്തിൻ്റെ സുഖമെടുന്നിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് സുന്നിക്കും? അവൻ ഇൻ്റർനാഷണലി വലിയ ആൾ, സമാധാനപ്രിയൻ. ചേട്ടൻ പോക്രിയും, ചേട്ടന് സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ അമേരിക്ക. ചേട്ടനൊരു ഹെലികോപ്റ്റർ, അപ്പോൾ അവൻ ഇപ്പോൾ ഹെലികോപ്റ്റർ അവർ റേസി മരിച്ചുപോയി, മെയിൻ്റനൻസ് നടത്തിയില്ല ഹെലികോപ്റ്ററിന്. 22 വർഷം പഴക്കമുണ്ട് ഹെലികോപ്റ്ററിന്. ആലോചിച്ചു, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന് 22 വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കാർ ഇറക്കാൻ പറ്റില്ല 15 വർഷം കഴിഞ്ഞാൽ, അല്ലേ? കണ്ടം ചെയ്യണമെന്നാണ്, പൊളിക്കണമെന്നാണ് നിയമം. അപ്പോഴാണ് ഹെലികോപ്റ്ററിന് 22 വർഷത്തെ പഴക്കം. അപ്പോൾ ആലോചിച്ച് നോക്ക് ഇറാൻ്റെ ഗതികൾ. അപ്പോൾ മോദി ചോദിച്ചു, എന്തിനാ ചേട്ടാ ചേട്ടനെയും വല്ലവനും വേണ്ടിയിട്ട് ഈ ഭാരം വഹിക്കുന്നത്? ചേട്ടനൊരു കാര്യം ചെയ്യും, ആ തുറമുഖം എനിക്ക് ഓൾറെഡി 2 സെക്ഷൻ എൻ്റെ ഉണ്ട്,
ബാക്കി ഒരു 3-4 സെക്ഷൻ കൊടുത്താൽ 10 വർഷത്തേക്ക് ഞാൻ നല്ല കോൺട്രാക്ട് എഴുതാൻ സൂപ്പർ ഓപ്പറേഷൻ നടത്താം. അല്ല അത് താൻ പാകിസ്ഥാനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ? ആണ്. പാകിസ്ഥാൻ സുന്നിയല്ലേ, ചേട്ടനെന്താ? അത് ശരിയാണ്. അഫ്ഗാനിസ്ഥാൻ സുന്നിയല്ലേ, ചേട്ടനെന്താ? അതും ശരിയാണല്ലോ. അവനിട്ട് ഞാൻ പണി കൊടുത്ത ചേട്ടൻ എന്താന്നേ? ചേട്ടന് ചിലവില്ലാതെ ഞാനല്ലേ കാശ് മുടക്കി അടിക്കുന്നത് അവനെ. ചേട്ടനും വല്ല പ്രശ്നമുണ്ടോ? ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചൊറിയാറുണ്ട്, വേറെ കാര്യം. ഇറാൻ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ ചൊറിയും. സുന്നിയാണ്, അത് ഇടയ്ക്ക് പോയി വെടിവെപ്പ് നടത്തും. ഇതാണ് ഡിപ്ലോമസി. ഇത് മാത്രമല്ല, വേറൊരു പണി കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക സാങ്ഷൻസ്, യൂറോപ്പിൽ അങ്ങനെ റഷ്യയിൽ നിന്ന് ആരും എണ്ണയോ പിണ്ണാക്കോ മേടിക്കരുത്, ഒരു സാധനവും വാങ്ങാൻ പാടില്ല, റഷ്യയെ ബഹിഷ്കരിക്കണം, എക്കണോമിക് സാങ്ഷൻസ്. ശരി, എല്ലാവരും ഒക്കെ എഗ്രി ചെയ്തു. മോദി പുടിനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ വില കുറച്ച് എണ്ണ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ ശ്രീനിവാസൻ പോയി ചോദിക്കുന്നില്ലേ, ഇവിടെ വരുന്ന എല്ലാവർക്കും 100 രൂപ വെച്ച് തരാം. പുട്ടിന് വലിയ സന്തോഷം, അത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് എണ്ണ വേണമായിരുന്നു. പിന്നെന്താ? അല്ല, അത് ഈ ഡോളർ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ചേട്ടൻ വല്ലാതെ കിടന്ന് ബഹളം വയ്ക്കും അമേരിക്ക. അപ്പോൾ ഡോളർ വേണ്ട, രൂപ തന്നാൽ മതി. നിങ്ങളുടെ രൂപയ്ക്കൊരു വിലയുണ്ടല്ലോ, അത് മതി. റുപ്പി റൂബിൾ ട്രേഡ് റഷ്യയും ഇന്ത്യയും തമ്മിൽ. അപ്പോൾ അമേരിക്ക പറഞ്ഞു ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. ജയശങ്കർ പറഞ്ഞു, അല്ല അത് നിങ്ങളും കുറേ എണ്ണം വാങ്ങും, മനസ്സിലായോ? ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്കയ്ക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അത് റിഫൈൻ ചെയ്തിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് വിൽക്കുന്നു നിങ്ങളുടെ മൂക്കിന് താഴെ. അതെ, കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങരുതെന്നാണ്, ഇന്ത്യയിൽ നിന്ന് വാങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ തന്നെ കമ്പനികൾ ഞങ്ങളുടെ എണ്ണ വാങ്ങുന്നു. അത് ആ എണ്ണയും ഗ്യാസും ഒക്കെ വെച്ചിട്ടാണ് ചേട്ടൻ ഈ -20 ഡിഗ്രിയിൽ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഒന്നും മിണ്ടിയില്ല, പോട്ടെ എന്ന് വെച്ചു. കാരണം സംഗതി നടക്കണം, ജീവിതം മുന്നോട്ട് പോകണം. അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, പോളണ്ടിന് ആവശ്യമുണ്ട്, ഹംഗറിക്ക് വേണം, ജർമ്മനിക്ക് വേണം. ഇവരൊക്കെ 0 ഡിഗ്രിക്ക് താഴെ കഴിയുന്ന ആൾക്കാരാണ്. മാക്സിമം മാസം ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതും നമ്മൾ മാനേജ് ചെയ്തു. അമേരിക്ക പറഞ്ഞു ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ചില കാര്യങ്ങൾ വാശി പിടിക്കാതെ കേട്ടോ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് എനിക്കെന്താ അതിനകത്ത്? ഞാൻ റഷ്യയെ എന്തെങ്കിലും സഹായിച്ചോ? ഒന്നുമില്ല. അല്ല, റഷ്യയിൽ നിന്ന് നിങ്ങൾ ആയുധം വാങ്ങി, അത് ചേട്ടൻ തരാഞ്ഞിട്ടില്ലേ, വിലയൊക്കെ അഞ്ഞിട്ടില്ലേ? ആയുധം മാത്രം പോരല്ലോ, വിലയും ഒന്നും ഒക്കണ്ടേ? ചേട്ടൻ പറഞ്ഞ വിലയ്ക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞാൻ പോയി റഷ്യയിൽ നിന്ന് S-400 മിസൈൽ മേടിച്ചു. സത്യമാണ്, അത് ചേട്ടൻ്റെ തലയിൽ ഇടാനല്ല, എന്നെ ഉപദ്രവിക്കാൻ ഇവിടെ ചില കക്ഷികളുണ്ടല്ലോ, അവരുടെ തലയിലാണ്. ചേട്ടൻ്റെ തലയിൽ ഞാൻ മിസൈൽ ഇടുന്ന പ്രശ്നമില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ, ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇതാണ്. അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി എല്ലാവരെയും മാനേജ് ചെയ്യുന്നു. അപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീൻ അനുകൂലമായ പ്രമേയം വന്നു. അപ്പോൾ മോദി പറഞ്ഞു ആ പ്രമേയത്തെ അങ്ങ് അനുകൂലിച്ചേക്കിടാന്ന്. ചേട്ടാ അതെങ്ങനെ? നീ അനുകൂലിക്കടാ, നമ്മൾ അനുകൂലിച്ചെന്ന് കരുതിയിട്ട് അവന് വല്ല സ്റ്റാറ്റസും കിട്ടാൻ പോകുന്നു. അവൻ വേറെ ആരെങ്കിലും ബീറ്റ് ചെയ്യോ എന്തെങ്കിലും പണ്ടാരടങ്ങിക്കോളും. അതെ, കാരണം ഇത് നമ്മുടെ ഈ കച്ചവടം സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ ഇടയ്ക്ക് പാലസ്തീനും ഒരു വോട്ട് ചെയ്യണം. അപ്പോൾ പാലസ്തീൻ അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇവിടുത്തെ മീഡിയ വൺ അടക്കം പിണറായി വിജയൻ അടക്കം എല്ലാവർക്കും രോമാഞ്ചം, കുളിരി കയറും. മോദി പേടിച്ചു, ഭയന്നു. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് പാലസ്തീനെ പിന്തുണച്ചു. ഇന്ന് വരെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കാൻ പറ്റിയോ? ഇല്ല, പറ്റുകയുമില്ല. കാരണം അവർക്ക് തന്നെ വേണ്ടായിരുന്നു അത്. ഈയിടെ തുടങ്ങിയ സൂക്കേടല്ലേ പാലസ്തീൻ. ഒരു 40 വർഷം മുമ്പ് പാലസ്തീനും ഇല്ല, ഒരു അങ്ങോട്ട് 30 വർഷം മുമ്പ് പോലുമില്ല. ഇവരുടെ ഈ 67 തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ അടിച്ച് കയറി കഴിഞ്ഞപ്പോഴാണ് പാലസ്തീൻ രാജ്യം വേണമെന്നുള്ള തോന്നൽ. അല്ലെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കൊക്കെ ഇവരുടെ കയ്യിലിരുന്നതാണ് നേരത്തെ, ഈ ലെബനൻ്റെയും ഇവരുടെയൊക്കെ കയ്യിലിരുന്നതാണ്. ആ സമയത്ത് പാലസ്തീൻ കൊടുക്കരുതോ? വാടാ പാലസ്തീൻകാരെ, നിങ്ങൾക്കൊരു രാജ്യം പിടിച്ചോ? കൊടുത്തില്ല. ഇസ്രായേൽ എടുത്തു കഴിഞ്ഞപ്പോൾ പാലസ്തീൻ വേണമെന്ന് പറയും. ഇസ്രായേൽ എടുത്തതാണ് പ്രശ്നമായത്. ഇപ്പോൾ ഉള്ള ഈ പാലസ്തീൻകാരെ ഉണ്ടല്ലോ, ഈ സിറിയ, ജോർഡാൻ, ലെബനൻ, ഈജിപ്റ്റ്, ഈ 4 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് ഈ കക്ഷികളെ അങ്ങ് എടുക്കാൻ പറ്റും, കൊണ്ടുപോയി താമസിപ്പിക്കാനും പറ്റും. പ്രശ്നം തീർന്നു. എടുക്കില്ല, ഒരെണ്ണത്തെ എടുക്കില്ല. ഹമാസിനെ എടുക്കാൻ പോണത്
ഹമാസിനെ എടുക്കുന്നൊന്നുമില്ല, പക്ഷേ ഹമാസിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റഫായിൽ ഭീകരമായ യുദ്ധമാണല്ലോ, ആ സമയത്ത് ഇസ്രായേൽ ഇപ്പോൾ അതിന് വൻ പ്രചാരം കൊടുക്കുന്നുണ്ട്. 70 തുരങ്കങ്ങൾ അവർ കണ്ടുപിടിച്ചു. അതിൽ 50 പോയി ചേരുന്നത് ഈജിപ്തിലാണ്. ഇപ്പോൾ ഈജിപ്റ്റ് ഹമാസിനെ സഹായിക്കുന്നുണ്ട്. അതേസമയം റെഡ് ക്രോസിന് പോകാൻ പോലും ഗേറ്റ് തുറക്കില്ല എന്നും ഈജിപ്റ്റ് പറയുന്നുണ്ട്. ഇടയ്ക്കൊന്നും തുറന്നു കൊടുക്കുക. കാരണം തുറന്നാൽ ഈജിപ്റ്റ് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പണ്ടാരക്കാലന്മാർ കയറി വരും. ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമല്ലോ. പക്ഷേ ഭൂമിക്കടിയിൽ ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് ഇവൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ദുരിതം ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ചോദ്യം. ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും അടിയിലൂടെ 50 തുരങ്കങ്ങൾ വഴി ഇവർക്ക് വേണ്ട ആയുധങ്ങൾ, സഹായങ്ങൾ ഈജിപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇസ്രായേൽ അതിന് വൻ പ്രചാരവും കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഇസ്രായേലിനെതിരെ ഒരു പ്രമേയം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇമ്പക്കബിൾ എവിഡൻസ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് മോദി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്, ആയുധങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്താണ് മെരിറ്റ്. അതേസമയം നമുക്ക് താല്പര്യമില്ലാത്തൊരു ഡിസ്പ്യൂട്ടാണ്, നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത ഡിസ്പ്യൂട്ടാണ്. അതുകൊണ്ട് ഇടയ്ക്ക് പാലസ്തീൻ്റെ ഒരു പ്രമേയം വരുമ്പോൾ വിട്ടു നിൽക്കും, ഒന്ന് വോട്ട് ചെയ്യും, പലതും ചെയ്യും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പെർമനൻ്റ് ശത്രുക്കളോ പെർമനൻ്റ് മിത്രങ്ങളോ ഇല്ല, പെർമനൻ്റ് താല്പര്യങ്ങളേ ഉള്ളൂ. എല്ലാ രാജ്യവും അവരവരുടെ താല്പര്യം നോക്കുന്നു, നമ്മൾ നമ്മുടെ താല്പര്യം നോക്കുന്നു. അത് മനോഹരമായിട്ട് ആരെയും വെറുപ്പിക്കാതെ ബാലൻസ്ഡ് ആയിട്ട്. എന്നാൽ നോക്കൂ, ഈ ഷിയായെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്തു. സുന്നിയുമായിട്ട് വല്ല വഴക്കമുണ്ടോ മോദിക്ക്? സൗദി അറേബ്യയുമായിട്ട് നമ്പർ 1 റിലേഷനാണ്. UAE-യുമായിട്ട് നമ്പർ 1 റിലേഷൻ. എനിക്കൊരു അമ്പലം വയ്ക്കണമല്ലോ, ചേട്ടാ വെച്ചോ എന്ന് പറഞ്ഞു UAE. ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രി ധൈര്യപ്പെട്ടിട്ടില്ല ചോദിക്കാൻ. ചോദിച്ചു, തന്നു. അവിടെ ഗംഭീരമായ അമ്പലം പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുന്ന് റെഡ് സ്റ്റോൺ, മാർബിൾ, അത് ഇത് ഇടയ്ക്ക് അവർ പറഞ്ഞു, ചേട്ടൻ ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളിൽ കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, അത് ഞങ്ങൾ തന്നേക്കാം വെറുതെ. അങ്ങനെ ഒരു സംഭാവനയും കൊടുത്തു ക്ഷേത്രത്തിന്. അപ്പോൾ സുന്നിയുമായിട്ടും ഗുഡ് ടേംസിൽ, അമേരിക്കയുമായിട്ടും ഗുഡ് ടേംസിലാണ്, റഷ്യയുമായിട്ട് ഗുഡ് ടേംസിലാണ്. ആകെ ഗുഡ് ടേംസിൽ ആകാൻ പറ്റാത്ത ഒരു തെമ്മാടി കാനഡയാണ്. അവൻ്റെ പോക്കൃത്തരത്തിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലണ്ടായിട്ടാണ് പൊടാവില്ല അവിടെ നിന്ന്. പന്നു, നിജ്ജർ, ആ നിജ്ജർ ഒരു ചുക്കുമില്ല. നീ എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ പാമ്പിനൊക്കെ ഇവൻ പാൽ കൊടുത്ത് അവിടെ വളർത്തുകയാണ് കാനഡ. അതുകൂടാതെ അവൻ ഇവിടെ വന്നിട്ട് മയക്കുമരുന്നടിച്ച് ഫിറ്റായി കിടന്നു 2 ദിവസം. വിമാനം അന്ന് മോദിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അന്ന് നാണം കെടുത്തി തന്നെ അവനെ. മോദി പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്, അത് എന്തൊക്കെ ആയിക്കോട്ടെ, അയാളൊരു കനേഡിയൻ പ്രൈം മിനിസ്റ്ററാണ്, നമ്മളത് മോദി വേറെ വിമാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഇവർ പറഞ്ഞത് എൻ്റെ വിമാനം കേടായിപ്പോയി, നമ്മൾ പേടിക്കണ്ട, ഞാൻ വിമാനം തരാം, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം തരാം, സൂപ്പർ അന്താരാഷ്ട്ര വിമാനം, ചേട്ടൻ പൊക്കവും. അവസാനം ചോദിച്ചു വന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പൂസായി കിടക്കുക. അത് ശരി. എന്നിട്ട് പേരിന് കാനഡയിൽ നിന്ന് പുതിയൊരു വിമാനം അത് വന്നു. അത് ഇന്ത്യയിൽ ഇറങ്ങിയില്ല, നേരെ ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ എന്തോ ബാറ്ററി തീർന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ ഇറക്കിയിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി. 2 ദിവസം എടുത്തു ആ കെട്ട് വിടാനായിട്ട്. ആരാണെങ്കിലും നാണക്കേടാണ്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനാ, അന്താരാഷ്ട്ര റിലേഷൻസ് അങ്ങനെ. പണ്ട് നമ്മുടെ ബ്രഷ്നേവ് ഇവിടെ ഫ്രാൻസിലോ മറ്റോ പോയി, വോഡ്ക കുടിച്ച് പൂസായിട്ട് ഉറങ്ങിപ്പോയി. ഫ്രാൻസിൽ കൊണ്ടുചെന്ന് ഫ്രാൻസാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടു. വിമാനം ഇറങ്ങിയിട്ട് ബ്രഷ്നേവ് പുറത്തു വരുന്നില്ല. ഫ്രഞ്ച് പ്രസിഡൻറ്റും ബാക്കി ഈ ബൊക്കയൊക്കെ പിടിച്ചിട്ട് ഇതെന്ത് പറ്റിയിടോ, എന്താ സംഭവം? വിമാനത്തിൽ നിന്ന് ഒരുത്തിന് ഇറങ്ങി വന്നിട്ട് ചെവിയിൽ പറഞ്ഞു, എൻ്റെ പൂനയായിട്ട് വെള്ളം അടിച്ച് ഇച്ചിരി കൂടിപ്പോയി. അയ്യോ, ഇപ്പോൾ എന്ത് ചെയ്യും? എന്താ, ഫ്രഞ്ചുകാർ മോശമൊന്നുമല്ല, വെള്ളം അടിക്കാൻ അവർക്കൊക്കെ അറിയാം, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് അവരാദ്യമായിട്ടാണ് കാണും. ഇച്ചിരി വെയിറ്റ് ചെയ്തു. ബ്രഷ്നേവിനെ വിളിച്ചെണീപ്പിക്കാൻ ആർക്കാ ധൈര്യം? വിളിച്ചെണീപ്പിച്ച് അവനെ കൊല്ലാൻ പറഞ്ഞു ഞാൻ തീർന്നില്ലേ. ഒടുവിൽ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് ഇയാൾ എണീറ്റു പുറത്ത് വന്നു. ഇങ്ങനെ വെള്ളമടിച്ച് ആ കഥ പക്ഷേ അത് മെല്ലെ ലീക്കായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നു. ഈ കഥയും മാധ്യമങ്ങളിൽ വന്നു, പക്ഷേ ആരും അത്ര പൊലിപ്പിച്ചില്ല, ആഘോഷിച്ചില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളാണ് ജസ്റ്റിൻ ട്രൂഡോ. അതെ അതെ, ഖാലിസ്ഥാനി വിപ്ലവകാരികൾ, അവരെയൊക്കെ ഇവർ വിപ്ലവകാരികൾ എന്നാണല്ലോ. ഇപ്പം ഭീകരവാദികളെന്നല്ല, തീവ്രവാദികളൊന്നുമല്ല, വിപ്ലവകാരികളാണ്. പാലസ്തീൻ വിപ്ലവകാരികളാണ് ഹമാസ്, അല്ലാതെ ഹമാസ് തീവ്രവാദി സംഘടനയൊന്നുമല്ല.
അപ്പം ഇത് ഈ ചെറിയ കലാപരിപാടി ഇവിടെ നടക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഈ ചെന്നൈയിൽ നിന്നാണ് ഈ കപ്പൽ പോയത്. അവിടെ CUT-ക്കാർ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഈ കപ്പൽ പോയ കാര്യം നമ്മുടെ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും DYFI ഒന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. കാരണം അവർ പ്രിൻറ്റും വയറും ഒന്നും അവർ വായിക്കാറില്ല. അല്ല, ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചെറിയ വാർത്ത വന്നിട്ടുണ്ട്. അവർക്ക് ഏഷ്യാനെറ്റിൽ അല്ലെ മനോരമയിൽ ഒക്കെ വരണം. അപ്പോഴാണ് അവർ ഊർജം സംഭരിക്കുന്നത്. പലസ്തീനികളെ കൊല്ലാൻ ഇന്ത്യ ആയുധം കൊടുക്കുന്നു. ദേശാഭിമാനിക്ക് നാളെ വേണമെങ്കിലും കൊടുക്കാം. അത് കൊടുക്കാം. നമ്മുടെ വർത്തമാനം 27 ടൺ പടക്കോപ്പുകളുമായിട്ട് ഇന്ത്യൻ കപ്പൽ ഇസ്രായേലിലേക്ക് ചെന്നു, അല്ലെങ്കിൽ ഇറങ്ങി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ സുനിലിനോട് പറഞ്ഞില്ലേ, ഇസ്രായേലിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന 6000 പേർക്ക് വിസ കൊടുത്ത് വെച്ചിരിക്കുക ഇസ്രായേൽ. മോദി പോലെയുടെ മക്കളെ അവിടെ ഒന്ന് നോർമലായിട്ട് പോകാമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുക സാധനം. ഇസ്രായേലിലും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ ജോലിക്കെടുത്തതിൽ നന്ദി. 100,000 പേരെയാണ് ഇസ്രായേൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 6000 പേര് ഇന്ത്യയിൽ നിന്ന് തയ്യാറായി നിൽക്കുക. 1.5 ലക്ഷം ഇസ്രായേലികൾ അങ്ങോട്ട് പോയി. ഈ ഹമാസ് പ്രശ്നം തുടങ്ങിയ ഒക്ടോബർ 7-ാം തീയതി തുടങ്ങി പല ഭാഗത്തു നിന്ന് ജൂതന്മാർ അവിടെ പോയി സ്വന്തം രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു, യുദ്ധം ചെയ്യാൻ. അപ്പോൾ ഇന്ത്യ മോശമൊന്നുമല്ല, ഇന്ത്യക്കാർ മോശമൊന്നുമല്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ഇപ്പോഴും ഇവിടെ ആളുണ്ട്. ആ മറ്റേ ഒരു പൊട്ടൻ അവൻ്റെ ഫാക്ടറി അടച്ചു പോയെന്ന് തോന്നുന്നു. ഇസ്രായേലി മിലിറ്ററിക്ക് യൂണിഫോം തയ്ക്കാനായിട്ട് ഓർഡർ കിട്ടിയ ഒരാൾ, അയാൾ പറഞ്ഞല്ലോ, ഞാൻ ഇസ്രായേലിലേക്ക് യൂണിഫോം അയക്കില്ല, ഇയാളുടെ തുണി മേടിച്ചിട്ട് വേണ്ടേ അവർക്ക് കൊടുക്കാൻ. ആ പൊട്ടൻ അവൻ്റെ ഫാക്ടറി പൂട്ടിപ്പോയി കാണും ഇപ്പോഴത്തേക്ക്. കാരണം വേറെ ഓർഡറൊന്നുമില്ലല്ലോ. ഈ പട്ടാളക്കാരൻ്റെ യൂണിഫോം വേറെ ആർക്കും വേണം. അന്ന് ആൾക്കാരുടെ കയ്യടി കിട്ടാൻ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജനെ കയ്യടി മേടിച്ചിട്ട് ഫാക്ടറിക്ക് ഷട്ടർ ഇട്ട് കാണും. എനിക്കറിയാം, ഇടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം ആളുകൾ കയ്യടി വാങ്ങാൻ എന്തെല്ലാം ചെയ്യും. ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ബോൾഡായിട്ട് പറയേണ്ടത്, എനിക്ക് ഇസ്രായേലിൽ നിന്നൊരു ഓർഡറുണ്ട്, അത് ഷർട്ടും പാൻറ്റും തയ്ച്ചു കൊടുക്കാനാണ്, ഞാനത് കൊടുക്കും. അത് പട്ടാളക്കാരനിടുന്നു പോലീസുകാരനിടുന്നു എനിക്കറിയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയല്ല, പാലസ്തീൻ ഐക്യദാർഢ്യം. അതേസമയം കേരളത്തിൽ നിന്ന് ആൾക്കാർ അവിടെ അങ്ങോട്ട് പൊക്കൊണ്ടുവരിക്കുന്നു ജോലി ചെയ്യാനായിട്ട്. നല്ല ശമ്പളം കൊടുക്കും, ഇസ്രായേൽ കൃത്യമായിട്ട് കൊടുക്കും. അല്ല, ഈ രാജ്യാന്തര തലത്തിൽ ആയുധ വ്യാപാരം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു കുത്തകയായിരുന്നു. ഇന്ത്യ ആ മേഖലയിലേക്ക് അതിശക്തമായ ചൂടുകൾ വയ്ക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദർ ഇസ് നോ കമ്പാരിസൺ വിത്ത് ദെയർ കപ്പാസിറ്റി. അമേരിക്കൻ ആയുധങ്ങളുടെ റേഞ്ചൊക്കെ വേറെയാണ്, അവിടെ ഒന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറികൾ 41 എണ്ണം അത് 12 or 13 കമ്പനികളിലാക്കി മാറ്റിയിട്ട് കൊമേഴ്ഷ്യലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് മോദി ഉണ്ടാക്കി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ നമ്മുടെ സ്വന്തം മിലിറ്ററിക്ക് വേണ്ടിയിട്ടും അവർ കൊടുക്കുന്നുണ്ട്, സ്വന്തം മിലിറ്ററിക്കും കൊടുക്കുന്നുണ്ട്. ഇനി സ്ലോലി ഡിഫൻസ് രംഗത്തേക്ക് പ്രൈവറ്റ് സെക്ടറിനെ കൂടെ അനുവദിക്കുന്ന സ്ഥിതി വരും. ഇൻ പ്രിൻസിപ്പിൾ മോദിക്ക് അതിൽ വിരോധമൊന്നുമില്ല. അതിന് വേറെ എന്തെങ്കിലും പ്രൊസീജിയറൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടല്ലോ, വാഹനങ്ങളുടെ നിർമ്മാണം ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ വാഹനം എന്ന് പറഞ്ഞാൽ അത് കോമൺ വാഹനമാണ്, മിലിറ്ററിക്ക് വേണ്ടി സ്പെഷ്യൽ മിലിറ്ററി ഗ്രേഡ് എന്ന് പറയും അതിന്. ഇലക്ട്രോണിക് കമ്പോണൻസ് മിലിറ്ററി ഗ്രേഡ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഓർഡർ ചെയ്ത് ഡിഫൻസുകാരുണ്ട്. ഇതുപോലെ കമ്പോണൻസ് പ്രൈവറ്റ് കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നൊക്കെയുണ്ട്. ISR ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ISROയ്ക്ക് കമ്പോണൻസ് കൊടുക്കുന്നുണ്ട്. ബട്ട് റോക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി നമുക്കുണ്ടോ? PSLV പോലെ ഇല്ല. അപ്പോൾ ആ രംഗത്തേക്ക് പ്രൈവറ്റ് കമ്പനികൾ വരണം എന്ന് മോദി സർക്കാർ ഇൻ പ്രിൻസിപ്പിൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ പ്രൈവറ്റ് വ്യക്തിയും ഈ നാട്ടിലൊരു വ്യക്തിയല്ലേ, അയാളുടെ കാശല്ലേ. സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്താലേ റോക്കറ്റ് ആവുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? ശരിയാണ്. ഇല്ല. അത് സർക്കാരിനേക്കാളും എത്രയോ വലിയ തൊഴിൽദാതാവാണ് സ്വകാര്യ മേഖല. അതെ, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. സർക്കാരിന് എത്ര തൊഴിൽ കൊടുക്കാൻ പറ്റും? ഒന്ന്, സർക്കാർ തൊഴിൽദാതാവാണ് എന്നുള്ളൊരു സങ്കല്പം തന്നെ ശരിയല്ല, ഒട്ടും ശരിയല്ല. സർക്കാർ തൊഴിൽ കൊടുക്കാനിരിക്കുന്നതല്ല. സർക്കാർ അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യാനായിട്ട് കുറച്ച് ആളെ വേണം സർക്കാരിന്. ആ ആളെ അവർ വിളിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അതിൽ കൂടുതൽ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്ന ഒരു തൊഴിലായിട്ട് കാണുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. ഏതായാലും സ്പെയിൻ ഈ കപ്പലിന് തുറമുഖത്ത് അടുക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് പരക്കെ പലരും അറിയാൻ തുടങ്ങിയത്. അതെ.
ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാനിതിൻ്റെ ചരിത്രം അന്വേഷിക്കുകയും ഇത് 2021 നടന്നതാണെന്നും അന്ന് CITV ഇതുപോലത്തെ ട്രിക്ക് കളിക്കാൻ നോക്കിയത് അവരുടെ ട്രഡീഷണൽ പരിപാടിയുണ്ട്. അതെ അതെ. എറണാകുളം മാർക്കറ്റിൽ ഞങ്ങൾ അരി ഇറക്കില്ല, വേറെ അരിയെ ഇറക്കാനും സമ്മതിക്കില്ല. സമ്മതിക്കാത്തത് എന്താ, ബാക്കിയുള്ള ഒരു എണ്ണത്തിൽ ADB പദ്ധതിയുടെ ഭാഗമായിട്ട് കൊച്ചിയിലെ പഴയ പൈപ്പൊക്കെ മാറ്റി പൈപ്പിടാൻ വന്ന 2500 കോടി രൂപയുടെ പദ്ധതിയായിട്ട് വന്നവരെ ഖരാവ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും CPM-ന് അറിയാവുന്ന പണി അവർ ചെയ്യട്ടെ, ഇന്ത്യ അതിൻ്റെ യാത്ര തുടരുകയാണ്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.